അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഹംസ, അതാണ് ആദ്യം. ആ. പലപ്പോഴും നാം കേൾക്കാറുണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇങ്ങനെ പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം വിട്ടുപോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആ ആ ആ. രണ്ടാമതായി സുക്കൂനുള്ള ലാം ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അൽ എന്ന് പറയരുത്, മറിച്ച് അൽ. അല്പം നീളത്തിൽ പറയണം, അല്പം. അൽ. അത് വല്ലാതെ നീണ്ടുപോകാനും പാടില്ല. അൽ എന്നും പാടില്ല, തീരെ ചെറുതാകാനും പാടില്ല. അൽഹം എന്നും പാടില്ല. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ എന്ത് വേണം? നീട്ടി ഉച്ചരിക്കണം. അൽ അൽ അൽ. കാരണം തവസ്സുത്ത് എന്ന സിഫത്തുള്ള അക്ഷരമാണ് ലാം, അതുകൊണ്ടാണ് അങ്ങനെ. അഥവാ മധ്യമ നിലയിൽ നീട്ടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ലാം. അൽ അൽ അൽ. ശേഷം ഹ. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ഹ. അൽ ഹ അൽ ഹ. ഞാൻ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഉച്ചരിക്കണം. ഖുർആൻ പാരായണ പരിശീലന ക്ലാസ്സാണ് ഇത്. അതുകൊണ്ട് തന്നെ അതുപോലെ തജ്വീദിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫലവത്താകണമെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഉച്ചരിച്ച്